These two childhood best friends created the spiciest sauce ever in Kochi. We took the deadly spicy chicken wings challenge. നാവിലെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കത്തിയത് ഇതേപോലെ Yes, we are going to the wing culture to try 10 different varieties of chicken wings. Plus the WTF challenge. ഈ കത്തുന്ന എരിവിന്റെ ആശ്വാസത്തിന് കൂടെ ചൂറോസും. And the highlight is, we took this challenge to the public. So, ഈ ചാലഞ്ച് ശരിക്കും ഞങ്ങൾ സർവൈവ് ചെയ്തോന്ന് അറിയാൻ ഡെഫിനറ്റ് ആയിട്ടും വാച്ച് ടിൽ ദ എൻഡ്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം, തൃശ്ശൂർ. ഇവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. സ്കൂൾ ലൈഫ് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണ്. ഇതായിരുന്നു അന്നത്തെ പോലെ. എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ബസ് കയറാൻ നടക്കുമ്പോൾ ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് പഫ്സോ കട്ട്ലറ്റോ ഒക്കെ ഞങ്ങൾ കഴിക്കും. ഉപ്പിലിട്ട മാങ്ങ, അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഐറ്റം. അന്നേ തുടങ്ങിയത് ഞങ്ങളുടെ ഈ ഫുഡ് ലവ്. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനുള്ള കാശ് ഞങ്ങളിൽ ഉണ്ടാവാറില്ല. ബട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിച്ച ജോലിയൊക്കെ കിട്ടിയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ജോലി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് സമയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. But still, we have to find time for things that makes us truly happy, അല്ലേ? Fast forward to now, we are at Kochi, the queen of Arabian Sea. കടലും കായലും മട്ടാഞ്ചേരിയിലെ സ്പൈസസിന്റെ മണവും ചരിത്രവും പിന്നെ കുറേ അടിപൊളി മനുഷ്യരും. ഫുഡ് ലവേഴ്സിന് വേണ്ട എല്ലാം ഇവിടെയുണ്ട്. നല്ല നാടൻ ഫുഡ് തൊട്ട് ഗ്ലോബൽ ക്യൂസീൻസ് വരെ, പപ്പടം തൊട്ട് പായസം വരെയുള്ള എല്ലാ ഐറ്റംസിനും ഒരു സ്റ്റോറി ഉണ്ട്. വി ആർ ഹിയർ ടു ടെൽ ദാറ്റ് സ്റ്റോറീസ്. ദിസ് ഈസ് പപ്പടം ടു പായസം. ഈ സ്പൈസിയസ്റ്റ് വിങ്സിന്റെ ബിഹൈൻഡ് ദ സീൻസ് നമുക്കിത് ക്രിയേറ്റ് ചെയ്ത ഇവരോട് തന്നെ ചോദിക്കാം. ശരിക്കും നിങ്ങൾ എങ്ങനെയാ ഫ്രണ്ട്സ് ആയത്? ഒരു കഥ എങ്ങനെയാണ്? കഥ ഫ്രണ്ട്സ് ആയത് ബൈ ചാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഫാദർ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ അവിടെയാണ് കുറച്ച് നാൾ പഠിച്ചത്. എൽവിന്റെ ഫാദർ സൗദിയിലായിരുന്നു, എൽവിൻ അവിടെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്കൂളിൽ ഞങ്ങൾ രണ്ടുപേരും 11th ജോയിൻ ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഡോമിലായിരുന്നു, ഹോസ്റ്റലിൽ. അതിന് ജോയിൻ ദ ന്യൂ സ്കൂൾ. ഞാൻ ഡോമിനെയാണ് ഫസ്റ്റ് സ്കൂളിൽ കാണുന്നത്. ഡോം എന്നെയാണ് ഫസ്റ്റ്. ആ ഡോമിന്റെ പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ബാഗ് പിടിച്ച് നിൽക്കുകയാണ്. അതാണ് ആ ഒരു ഫ്രെയിം വാസ് ദാറ്റ്. രണ്ടുപേരും ഡോമിലേക്ക് കയറുമ്പോൾ both of us are the first people we met. So വിധി ഞങ്ങളെ കൂട്ടിമുട്ടിച്ചു. ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് സ്ലോ മോഷനില് തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ പടക്കം എടുത്തോണ്ട് വരണ പോലെ വെയിറ്റർ ചേട്ടൻ ഫുഡ് എടുത്തു വരണത്. അങ്ങനല്ല, ഫുൾ വായിക്കുന്നത്. break the edge, take each bone out. എന്തപ്പോ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫ്രഞ്ചേട്ടിലെന്ന് പറഞ്ഞാൽ വെള്ളപ്പം ചുടുന്നതല്ല, അത്ര സിമ്പിൾ അല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറ്റാലിയനോ ഏതാ? ഇത് കൂടുതലും കുഞ്ഞു പിള്ളേർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഫ്ലേവർ ആണ്. ഒട്ടും എരിവില്ല, ചെറിയൊരു എരിവുണ്ട്, കുറച്ച്. ഇത് ആക്ച്വലി ഒരു തായ് ഫ്ലേവർ ആണ്. ഒരു തായ് റൈസ് കഴിച്ചിട്ടുള്ളതിന്റെ ആ ഒരു സോസ് ഫീൽ കിട്ടുന്നു. എനിക്ക് നിങ്ങളൊരാള് വിങ്സ് എങ്ങനെ കഴിക്കാൻ കാണിക്കും. ഇതില് വിങ്സിനകത്ത് ആക്ച്വലി 2 പീസ് ഉണ്ട്. ഇതാണ് ഫ്ലാറ്റ് ആൻഡ് ദിസ് ഇസ് ദ ഡ്രം കഴിക്കാനാണെങ്കിൽ ഒരു പുഷ് ടെക്നിക് ഉണ്ട്. അതായത് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ മീറ്റ് ഇങ്ങനെ താഴത്തേക്ക് പുഷ് ചെയ്യും. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടിക്ക് ഇത് വായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല, ബാക്കി കഥ. So yeah, it's basically once you push that meat down, ഒറ്റയടിക്ക് നമുക്കൊരു ലോലിപോപ്പ് പോലെ we can have it. That's the basic, അല്ലെങ്കിൽ easiest way. മാംഗോയിൽ ട്രൈ ഞെക്കുമ്പോ തെറിച്ച് വരുന്നത്.
സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ സ്കൂളിൽ പേടിയുള്ള വേറൊരു കാര്യം ഉണ്ടായിരുന്നു, പരീക്ഷ. ആ ഒരു ഫീല് തന്നെയായിരുന്നു അടുത്ത സെറ്റ് ഓഫ് വിങ്സ് വരണ കണ്ടപ്പോൾ. Cheers, cheers, guys. Cheers, cheers. ഇനി അങ്ങോട്ട് എരിവേ ഉള്ളൂ. എന്തും നീ ഒരു ലോലനാ. ലോലനെ കൊണ്ട് പറ്റില്ല. കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ഓ നൈസ്. അതാണ് നമ്മുടെ മാംഗോ ഹാബനാറോ. മാംഗോന്റെ ആ സ്വീറ്റ്നെസ്സും ഹാബനാറോയുടെ ഒരു സ്പൈസും കൂടെ വന്നിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഹബനേറോ ഒരു ടൈപ്പ് ഓഫ് മുളകാണ്. മുളകാണ്. ഞാൻ ഈ മാംഗോ കഴിച്ചോട്ടെ. മാംഗോ ഇസ് റിയലി ഗുഡ്. ആണോ? മാംഗോ ഇസ് ഐ തിങ്ക് വൺ ഓഫ് our most popular flavors as well. റിയലി ഗുഡ്. പക്ഷെ എന്താണ് ഈ വിങ്സിൽ ആക്ച്വലി അത്ര ഓവർ പവേർഡ് അല്ല, പറഞ്ഞ പോലെ ഒരു മീഡിയം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. പച്ചമുളകിന്റെ ടേസ്റ്റാ. ഡയറക്ടർ പാവം. വിചാരിക്കുന്ന റിയാക്ഷൻ കിട്ടുന്നില്ല. ആകാശത്തോടു കൂടി പോണ റോക്കറ്റ് ഏണി വെച്ച് പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? ഇനി നടക്കാൻ പോണത് അതാ. നമ്മൾ ഈ റേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ലേശം കൂടുതൽ നോക്കിട്ട് ടെക്സ്ചർ കണ്ടോ? ഇതെന്തോ മുളക് അങ്ങോട്ട് എടുത്ത് വെച്ചക്കട പോയിട്ട് ഫുള്ള് പെരട്ടിട്ട്. We have an old uncle who walks in at least once every 2 weeks. He sits on this corner and he has 6 pieces of Ghost Rider alone. Always that's one of the most amazing things we see. You're like, okay. ഈ വിധം അടുത്തുണ്ടാവും. പുള്ളി കാണാത്ത ഐറ്റം അല്ല ജീവിതത്തിൽ. ഇതും കൂടി ഉണ്ടായിരുന്നു. ആ ഗോസ്റ്റ് റൈഡർ കൂടെ കാണാനേ ഉണ്ടായിരുന്നുള്ളൂ. ചൂടാ 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 കഴിക്കല്ലേ. അയ്യോ മലയാള അക്ഷരം പഠിക്കുന്നതാ. അയ്യോ കൊതിയ. അയ്യോ. ഓക്കെ Very good. ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കും, ഗ്ലാസ് കൊടുക്കും. താങ്ക് യു ഏട്ടാ. ഓണം അമ്മേ എനിക്കെന്നും എനിക്കുണ്ട്. അയ്യോ ഓണം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ കണ്ണീർ തുടച്ചിട്ട് പറ. കണ്ണീര് തുടയ്ക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. അപ്പോഴേക്കും അടുത്ത സാധനം വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സർപ്രൈസ് ചാലഞ്ചില്ലേ അത്. ഞങ്ങളുടെ ലാസ്റ്റ് ഫ്ലേവർ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് our spiciest flavor, it's called the WTF. ഇത് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് you have to sign this waiver because we as Wing Culture are taking no liability for anything that happens to you after trying this. So ഞാനിത് ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഷെറിൻചേട്ടന്റെ ഡയറക്ടറായിട്ട് 3 മിനിറ്റ് 10 വിങ്സ്, 2 മിനിറ്റ് വെള്ളം കുടിക്കാൻ പറ്റില്ല. അതാണ് ചലഞ്ച്. ഇതിന്റെ മണം തന്നെ എനിക്ക് പേടിയുണ്ട് കേട്ടോ. തല കണക്കണ്ടല്ലോ ഈശ്വര. Take one piece each. Come on. ഓരോ ശവപ്പെട്ടി. Okay, ready? Cheers. Cheers, cheers, This is cheers. the WTF sauce of the Wing Culture. What's the fire? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ്.
ഇത് ഓക്കെയാണല്ലോ. ഇത് ഓക്കെയാ? അല്ല, ഞാൻ ഓക്കെ അല്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഓക്കെ അല്ല. അയ്യോ സെറ്റ് തന്നെ. ഒരു രൂപ എന്തിനു വേണ്ടേ? എന്നുണ്ടോ? എടാ, മണ്ട എരിവുണ്ടെടാ. എന്റെ അമ്മ ഞാനൊരു പോലുണ്ടാവണ്ടേ? ഞാൻ ജയിച്ചു കഴിച്ചില്ല. കൂടി നീ എവിടെ പൊട്ട പറഞ്ഞു എനിക്ക് എരിവില്ലാന്ന്. ഈ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയുള്ളൂ. ജീവിതം എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ മതി. സർപ്രൈസ് കഴിഞ്ഞു. സർപ്രൈസ് അല്ല, അത് ഷോക്കാണ്. എന്താ സുബിനെ ഈ മോഹിട്ടോ കുറച്ച് കൊണ്ടുവരും. അയ്യോ പറയാ വയ്യ. ഇത് ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, കുറച്ച് ആൾക്കാർ അനുഭവിക്കണം. സോ യോ തകി കണ്ണാണല്ലേ. വെള്ളം ഇത് കുറച്ച് കുടിച്ചോട്ടെ. A few moments later. ജസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. സ്പാനിഷ് ഡെലിക്കസി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ 3 അടിപൊളി ഫ്ലേവർ. ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, കാരമൽ ഡിപ്പ്. അടിപൊളിയാ. ഇതൊരു 13 റൗണ്ട് ഞങ്ങളെ വെള്ളം കുടിപ്പിച്ച് കരയിപ്പിച്ചതിന് ശേഷം ഇവര് കുറച്ച് നാട്ടുകാരെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ 3 ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ 3 ഫ്ലേവറിലെയും മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നിങ്ങൾ കഴിച്ചിട്ടൊന്ന് ഗസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഈ ലൈവ്ലി ബി എനർജറ്റിക് ട്രൈ ടു ഗസ് ദ ഫ്ലേവർ. എന്തോ കിട്ടി. പച്ചമാങ്ങിയ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ഈ ടൊമാറ്റോ ശരിക്കും മതിയെ ഞാൻ പറയാം. ഇതൊരു അൺയൂഷ്വൽ ഫ്ലേവർ ആണ്. സാധാരണ ചിക്കനിൽ ഇല്ലാത്ത ടൈപ്പ് ഒരു ഫ്ലേവർ ആണ്. തെറ്റോട് കുഴപ്പമില്ല. പറഞ്ഞേ പരീക്ഷ പറഞ്ഞോ. ഏതാ? പൈനാപ്പിളാ? പപ്പായ അല്ല. നമുക്ക് എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന ഫ്രൂട്ടാ. ഇതിനും കൂടുതൽ ക്ലൂ തരാൻ പറ്റില്ല. ടൊമാറ്റോ ആണ്. മാംഗോ. ഇനി അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് ഫ്ലേവർ ടേസ്റ്റിംഗ്. അതെ, കുറച്ച് സ്പൈസി ആണ്. ഇതിന് ക്ലൂ എടുക്കാൻ പറ്റില്ല. അതെ, കണ്ട തന്നെ ഏതാണ്ട് മനസ്സിലാക്കണം. അല്ല, അതേപോലെ വേറെ കറിവേപ്പില. ഒരു ഐറ്റം കൂടി ഉണ്ട്. ഒരു സാധനം ആ പച്ച കളർ എന്തിന്റെ മെയിനായിട്ട്? നല്ലൊരു ക്ലാപ്പ് കൊടുത്തല്ലോ. ഒരു ചലഞ്ച് കൂടി ഉണ്ട്. പിന്നെ തീർക്കണോട്ടോ. 3 പീസ് കഴിക്കണം. 3 പീസ്. റെഡി 3, 2, 1 start. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. കാരണം എല്ലാവരും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും ഫ്ലേവേഴ്സിലും ഇത്രയും ടേസ്റ്റിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് വിങ്സ് കഴിക്കണം. എസ്പെഷ്യലി ഫ്ലേമിംഗ് മാംഗോ. Never thought about a combo of mango and chicken wings.
സോ നിങ്ങളൊരു വിങ്സ് ലവർ ആണെങ്കിലും അല്ലെങ്കിലും ഡു ട്രൈ വിങ് കൾച്ചർ. യു വിൽ ലവ് ഇറ്റ് ഫോർ ഷുവർ. See you in the next episode of Papadam 2 Paisam. Like, share, and subscribe.